ഇന്ന് നമ്മൾ കട ആയാലും ഉണ്ടല്ല, നമ്മൾ ആർമാദിക്കാണ്. ആർഭാടം, ഭക്ഷണത്തിൽ ആർഭാടം. മന്തി വേണം, ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഒരു സൽക്കാരത്തിന് പോയി ഒരു ചോറ് പോരാ, മന്തി വേണം, ബുഹാരി വേണം, ബിരിയാണി വേണം, നെയ്ച്ചോറ് വേണം, അതുപോലെ കടായി വേണം, മീന് വേണം, പിന്നെ ബീഫ് വേണം, പിന്നെന്തൊക്കെ ഈ ദുനിയാവിൽ എന്തൊക്കെ കിട്ടുന്നതൊക്കെ ഇതൊക്കെ വാങ്ങുന്നത് പച്ചക്കടായിരിക്കും. ഫുള്ള് ലോണായിരിക്കും. സമ്പത്ത് എത്രയാണോ അതുകൊണ്ട് തൃപ്തിപ്പെടും. നിങ്ങൾ ആലോചിച്ച് നോക്കടാ. ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കും. നമ്മളെ ഇപ്പൊ ഈ ഒരു ഞാൻ പറഞ്ഞ ഒരു 60 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് ജീവിതത്തിൽ എല്ലാം അനുഭവിച്ച ആൾക്കാർ, അല്ലെ? ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കാരണവന്മാര് എല്ലാം നിങ്ങളെല്ലാം അനുഭവിച്ചു. കാരണം ചില 98 കാലത്തിൽ മൊബൈൽ ഫോൺ വന്നു. അങ്ങനെ മുതൽ നമ്മളെല്ലാ അനുഭവങ്ങളും ആഘോഷിച്ചു, അല്ലെ? അപ്പൊ നമ്മൾ ലൈവായിട്ട് നിങ്ങൾ കാണുന്ന വിധത്തിലേക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ കാണണം. ലോകത്ത് ഓരോ മുക്കിൽ നിന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇതൊക്കെ കാണാനുള്ള സംവിധാനത്തൊക്കെ നമ്മളെ ലൈഫിലാണ് നമ്മൾ അനുഭവിച്ചത്. ഇതേ നമ്മൾ തന്നെയാണ് കുട്ടിക്കാലത്ത് എന്താണ് പട്ടിണി കടന്നത് നമ്മൾ തന്നെയാണ്, അല്ലെ? നമ്മൾ പട്ടിണി കടന്നത് നമ്മൾ തന്നെയാണ്. ഒരു ഡ്രസ്സ് എടുത്താൽ വേറെ ഡ്രസ്സ് നമുക്ക് തിരിച്ചിടാൻ വേറെ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങളൊക്കെ വീട്ടില് 5, 6, 8, 10 ഡ്രസ്സ്. നിങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ടൊന്ന് കണക്ക് പോലും നിങ്ങൾക്ക് പലർക്കും അറിയില്ല. എത്ര ജോഡി ഡ്രസ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് എണ്ണി നോക്കേണ്ടി വരും. നിങ്ങൾക്ക് ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും എനിക്ക് ഇത്ര ജോഡി ഡ്രസ്സ് ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റുമോ? പലർക്കും കണക്കറിയില്ല. എത്ര ജോഡി ഷർട്ട് ഉണ്ട്, എത്ര സെറ്റ് തുണി എത്ര ഉണ്ട്, പുള്ളിത്തുണി എത്ര ഉണ്ട്, അതുപോലെ കള്ളിത്തുണി എത്ര ഉണ്ട്, പാന്റ് എത്ര ഉണ്ട്, ഷർട്ട് എത്ര ഉണ്ട്, എത്ര ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്, എത്ര ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിന്റെ വ്യക്തമായ കണക്ക് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഒരു ഫംഗ്ഷൻ വരുന്നു, ഷർട്ട് എടുക്കുന്നു, വീട്ടിൽ കൊണ്ടിടുന്നു. പിന്നെ ഒരു ഫംഗ്ഷൻ വരുന്നു, ഷർട്ട് എടുക്കുന്നു, വീട്ടിൽ കൊണ്ടിടുന്നു, അല്ലെ? പല ഷർട്ടുകളും മൂലക്കിട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ. അത്ര രീതിയിൽ നമ്മൾ ഈ കുട്ടിക്കാലത്ത് ഒരു ഷർട്ടിന് വേണ്ടി നമ്മൾക്ക്, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ചെറുപെരുന്നാൾക്ക് ഒരു ഷർട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചെറുപെരുന്നാൾക്ക് ഒരു ഷർട്ട് കിട്ടുള്ളൂ, അല്ലാതെ കിട്ടൂല. എന്നിട്ട് ചെറുപെരുന്നാക്കും വലിയ പെരുന്നാക്കും ആ ഷർട്ട് ഇട്ട് ജുമാക്ക് പള്ളിക്ക് പോകണം. വലിയ പെരുന്നാൾ കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ആ ഷർട്ട് കണ്ടിന്യൂ ചെയ്തിടാൻ പറ്റുള്ളൂ. ചെറുപെരുന്നാൾക്ക് ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ പാത്തക്കും ഉമ്മ. എന്നിട്ട് അത് പിന്നെ പെട്ടിയിലൂടെ പാത്തച്ചിട്ട് പിന്നെ വലിയ പെരുന്നാളിന്റെ തലേ ദിവസം എടുക്കുള്ളൂ. പിന്നെ അടുത്ത വർഷം ഫുള്ള് ചെറുപെരുന്നാൾ വരെ ആ ഡ്രസ്സ് ഇടണം. ഉടുത്തുണിക്ക് മറുതുണിയില്ലാതെ ജീവിച്ചവരാണ് നമ്മൾ പലരും. എന്നാൽ ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കുക നിങ്ങൾ. ഇന്ന് നമ്മൾ കട ആയാലും ഉണ്ടല്ല, നമ്മൾ ആർമാദിക്കാണ്. ആർഭാടം, ഭക്ഷണത്തിൽ ആർഭാടം. മന്തി വേണം, ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഒരു സൽക്കാരത്തിന് പോയി ഒരു ചോറ് പോരാ, മന്തി വേണം, ബുഹാരി വേണം, ബിരിയാണി വേണം, നെയ്ച്ചോറ് വേണം, അതുപോലെ കടായി വേണം, മീന് വേണം, പിന്നെ ബീഫ് വേണം, പിന്നെന്തൊക്കെ ഈ ദുനിയാവിൽ എന്തൊക്കെ കിട്ടുന്നതൊക്കെ ഇതൊക്കെ വാങ്ങുന്നത് പച്ചക്കടായിരിക്കും. ഫുള്ള് ലോണായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, പലചരക്ക് കടയിൽ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വാങ്ങുന്നത്. ആരോട് ഘമ കാണിക്കാൻ, ആരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ, ആർക്ക് വേണ്ടി? ഈ ചോദ്യമാണ് സുബൈറോപ്പനോട് ചോദിക്കുന്നത്. ഒന്ന് നിർത്തിക്കൂടെ ഈ ആഭാസങ്ങളും ഈ ആഡംബര ഭക്ഷണവും ആഡംബര വസ്ത്രവും ആഡംബര ലൈഫും? നിർത്താനായില്ലേ സമയം? ആയില്ലേ? ഇനി നിങ്ങൾക്ക് ആവൂല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെയൊക്കെ വീട് നിങ്ങൾ ശരിക്കും സുബൈറോപ്പ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങളെ മർമ്മത്ത് കൊള്ളാൻ വേണ്ടി തന്നെ ഞാൻ ഈ പറയുന്നത്. 15,000 രൂപ 18,000 രൂപ തിരിച്ചടവിലാണ് നിങ്ങൾ പലരും, അല്ലെങ്കിൽ 20,000 രൂപ തിരിച്ചടവിലാണ് നിങ്ങൾ പലരും ലോൺ എടുത്തത്, അല്ലെ? ഈ 18,000 ആണെങ്കിലും ഇനി 20,000 ആണെങ്കിലും ഇനി 15,000 ഓടിക്കോ, 15,000 ആണ് എങ്കിൽ പെർ ഡേ 500 രൂപ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ കഴിയാത്തവരാണോ നിങ്ങൾ? ആണോ? ഒരു വീട്ടിൽ 2-3 ആൾക്കാർ ജോലിക്ക് പോകുന്നവരാ. നിങ്ങൾക്ക് എല്ലാവരും പാടെ കൂടിയിട്ട് 500 രൂപ പോലും മാറ്റി വെക്കാൻ കഴിയാത്തവരാണോ നിങ്ങൾ? 3 പേര്, അമ്മയും അച്ഛനും മോനും ജോലിക്ക് പോകുന്നവരാണ്. എന്നിട്ടും നിങ്ങളുടെ വീട് എന്തുകൊണ്ട് ജപ്തിയാകുന്നു? നിങ്ങൾ ചിന്തിക്ക്. എന്തുകൊണ്ട് ജപ്തിയാകുന്നു? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു 15,000 രൂപ പെർ മന്ത് അടക്കാൻ കഴിയുന്നില്ല? ഒരു ദിവസത്തിന് 500 രൂപ മാറ്റി വെച്ചാൽ പോരെ? 3 പേര് ജോലി ചെയ്യുന്ന വീട്ടില് 500 രൂപ മാറ്റി വെക്കാൻ കഴിയില്ലാന്നോ? ആരോട് നിങ്ങൾ പറയുന്നത്? അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് വരുന്ന ആഡംബരങ്ങള്, അതിന്റെ ഇടയിൽ വരുന്ന ആഘോഷങ്ങള്, അത് നിങ്ങൾ മാക്സിമം തകർക്കുകയാണ്. ഓരോ ഫംഗ്ഷൻ നിങ്ങൾ ആഘോഷിക്കുകയാണ്. പിന്നെ കുട്ടികളുടെ 40-ന് സ്വർണം കെട്ടുന്ന ഒരു ചടങ്ങ്, നൂല് കെട്ടുന്ന ഒരു ചടങ്ങിന്റെ അന്ന് എല്ലാവരും ഒരു മോതിരം കൊടുക്കുമ്പോ, ഒരാൾ 1 ഗ്രാമിന്റെ ഒരു മോതിരം കൊടുക്കുമ്പോ നീ 1 പവൻ കൊടുക്കുക. അതും നീ 1 പവൻ കൊടുക്കുന്നത് എന്തിനാരോ? മറ്റുള്ളവരുടെ മുന്നിൽ അവൻ 1 പവൻ തന്നു എന്നൊരു പേരിന്. പക്ഷേടാ നീ പച്ച കടം വാങ്ങിയിട്ട് ജ്വല്ലറിയിൽ പോലും കടം വാങ്ങിയിട്ടാണ് നീ കൊടുക്കുന്നത്, അല്ലേടാ? ഇത് സുബൈർ ബാപ്പു പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഞങ്ങള് 100 കണക്കിന് കോളുകൾ ഓരോ ദിവസം വേദനകൾ പറഞ്ഞിട്ടും പ്രശ്നങ്ങളും പറഞ്ഞിട്ടുള്ള കോളുകൾ. പലരോടും ഞാൻ ഈ ചോദ്യം അങ്ങോട്ട് ചോദിക്കാറുണ്ട്. ദേഷ്യം വരുമ്പോ സ്നേഹത്തോടെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. സത്യത്തിൽ നിങ്ങളൊക്കെ എങ്ങനെ കടക്കാരനായി? നിങ്ങൾ അച്ഛൻ എന്താ ജോലി? നിങ്ങൾ മോൻ എന്താ ജോലി? 2 മക്കൾ ഗൾഫിൽ, കേട്ടോ, 2 മക്കൾ ഗൾഫിൽ. അച്ഛന് നാട്ടിൽ കൂലിപ്പണിയാണ് അത്രേ, മക്കൾ ഗൾഫിൽ 2 ആള്. അമ്മ ഇടയ്ക്ക തൊഴിലുറപ്പിന് പോകുന്നതാണ്. അങ്ങനത്തെ വീട് ജപ്തി എങ്ങനെ സംഭവിക്കും? ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയാം, 25,000 രൂപ ഏറ്റവും ചുരുങ്ങിയത് ഗൾഫുകാർക്ക് ശമ്പളം ഉണ്ട്. അതിൽ കുറഞ്ഞ ശമ്പളക്കാരെ എനിക്കറിയില്ല.
പിന്നെ ഓവർ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം, 30-40 ഉണ്ടാക്കാം. പിന്നെ ഗൾഫ് പോയിട്ട് ഉറങ്ങുന്ന ആൾക്കാർക്ക് ഓരോട് പണ്ട് കാര്യമല്ല. ഗൾഫിൽ പോണതേ ഉറങ്ങാനല്ല, അധ്വാനിക്കണം, ഓവർ ടൈം ചെയ്യണം, വണ്ടി കൈകാൻ കിട്ടുമെങ്കിൽ അത് ചെയ്യണം. ചില ആൾക്കാർ ബംഗാളികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ ജോലി ചെയ്യും, പാർട്ട് ടൈമിൽ അവര് പ്ലാസ്റ്റിക്കിന്റെ ബോട്ടലും കാര്യങ്ങളും പിന്നെ എടുത്ത് വിറ്റിട്ട് പഴയത് സാധനങ്ങൾ കൊണ്ടേ കൊടുക്കും. അവർ പൈസക്കാരാ, അവർ കോടീശ്വരന്മാരാ. എന്നിട്ട് 2 മകൻ ഗൾഫില്, അച്ഛന്റെ നാട്ടിൽ കൂലിപ്പണി, അമ്മയ്ക്കും ജോലി. ആ വീട് ചെയ്യാൻ സുബൈർ ഓപ്പനെ വിളിച്ചിരുന്നു. ഞാൻ ചോദിച്ചു അവിടെ ചെന്നിട്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല? ഞാൻ വിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരു വിധം കഴിയെങ്കിൽ ഞാൻ ആരോട് വീട് വിൽക്കരുതെന്നാ പറിച്ചത്. കാരണം നമ്മുടെ സ്വപ്ന ഭവനമാണ്. ഈ 2 മക്കളും കല്യാണം കഴിച്ചിട്ടില്ല. ഈ 2 മക്കൾക്കും ഗൾഫിൽ ജോലി. ഞാൻ പറഞ്ഞു, ഇതുപോലൊരു വീട് ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ഇതേ റേറ്റിന് കിട്ടൂല. നമ്മളൊരു 50 ലക്ഷം റുപ്യന്റെ വീട് ഇപ്പൊ 35 ലക്ഷത്തിന് ആൾക്കാർ കൊടുക്കുന്നത്. ബാങ്കിലാകെ 15 ലക്ഷം ലോൺ ഉണ്ടാവുള്ളൂ. ഈ 35 കൊടുത്താൽ പിന്നെ 20 ലക്ഷം റുപ്യക്ക് പിന്നെ വീടും വേണം, സ്ഥലം വേണം. 2 മട നടക്കുമോ? പിന്നെ അവർ ലോൺ എടുക്കണ്ടേ? അതിനെക്കാട്ടും നല്ല വിൽക്കാതിരിക്കല്ലേ? പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് എന്റെ ഭാഷയിൽ എനിക്ക് കൊണ്ട് കഴിയുന്ന രീതിയിൽ. പക്ഷെ നമുക്ക് പ്ലാനിങ് ഇല്ല. നമുക്കത് മാത്രം പോരാ. നമ്മളൊരു കടക്കാരനാണ്, നമ്മൾ ബാങ്കിന്റെ ജോലിക്കാരനാണ് എന്ന് ഒരു ലോൺ എടുത്ത വ്യക്തി അവന്റെ ബ്രെയിനിൽ കയറ്റി വെച്ചോളാം. ഞാനൊരു ബാങ്ക് ജീവനക്കാരനാണ്. ജീവനക്കാരൻ ശമ്പളം വാങ്ങുന്ന ജീവനക്കാരനല്ല, ബാങ്കിന് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിക്കാരൻ എന്നാണ് സുബൈർ ബാബു ഉദ്ദേശിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ ബാങ്കിൽ നിന്ന് 15 ലക്ഷം 20 ലക്ഷം ലോൺ എടുത്ത അവന് റെസ്റ്റ് ഇല്ല, അവന് ഉറക്കം വരാൻ പാടില്ല. അവന് ഓർത്തുകൊണ്ടേയിരിക്കണം, എങ്ങനെ ഞാൻ ആ കടം വീട്ടും, ഞാൻ എന്ത് ജോലിക്ക് പോകും, എന്ത് ജോലി ചെയ്താലും എന്റെ കടം വീടാ എന്ന് ചിന്തിക്കണടാ. അങ്ങനെ ചിന്തിച്ച് നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീട് നിന്നിൽ നിന്ന് നഷ്ടമാവില്ല. അതല്ലെങ്കിൽ നിനക്ക് പോകും, നിന്റെ മക്കൾക്കും പോകും. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ സ്വപ്ന ഭവനം പോകുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്ക്. നിന്റെ കഷ്ടപ്പെട്ട വീട്, ഞാൻ എത്രമാനം കഷ്ടപ്പെട്ട് എന്റെ മക്കള് നനച്ചുണ്ടാക്കി, ഞാൻ നനച്ചുണ്ടാക്കി, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലണേന് സമാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അതിനെക്കാട്ടും നല്ല ആത്മഹത്യ ചെയ്യലാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? എടോ, എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലിരുന്ന നിനക്കാരും ജോലി കൊടുന്നിരില്ല. നമ്മുടെ തമിഴ്നാട് സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ ഒരു ഡയലോഗ് ഉണ്ട് പടയപ്പ സിനിമയില്. കാരണം ഞാൻ ഈ സിനിമകളില് നല്ലതും ചീത്തയും വരും. നല്ലത് വരുമ്പോൾ ഞാൻ ക്യാച്ച് ചെയ്യുന്ന ഒരാളാണ്. അത് ഞാൻ പിടിച്ചെടുക്കും, എന്നിട്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് സൂക്ഷിക്കും. എന്താണ് അതിനകത്ത് ഡയലോഗ് അറിയോ? വേലയ്ക്ക് തേടി പോണം, കാതൽ ഉന്നെ തേടി വരണം. മനസ്സിലായോ? വേലയ്ക്ക് നീ തേടി പോണം, കാതൽ ഉന്നെ തേടി വരണം. അപ്പന്താടാ നീ പുരുഷൻ. മനസ്സിലായോ? ജോലിക്ക് നിങ്ങൾ തെരഞ്ഞു പോണം. ജോലി ഉണ്ടോ എന്ന് ചോദിച്ച് നിങ്ങൾ തേടി പോണം. ജോലിയെ അന്വേഷിച്ചു പോണം, ജോലിയെ കണ്ടെത്തണം. കാതൽ, പ്രേമം, അത് ഉന്നെ തേടി വരണം. ഒരു പെണ്ണ് നിന്റെ ആ ഒരു പവറും നിന്റെ സാമ്പത്തികവും നിന്റെ ആൻസും എല്ലാം കണ്ടിട്ട് നിന്റെ പിന്നാലെ പെണ്ണ് ചുറ്റി വരണം. കൊള്ളാലോ, ആള് സൂപ്പറാണല്ലോ, നല്ല സമ്പത്തുണ്ട്, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വരുമാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് നിന്നെ ചുറ്റി വരണം. അപ്പടാ നീ പുരുഷൻ എന്ന് പറഞ്ഞത്.